ഞാൻ രമ. ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്നൊരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട്. ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ്. ഇപ്പൊ എന്താ പെണ്ണുങ്ങളുടെ ഒരു ഒരു ഇളക്കം, അതുപോലെ ആണുങ്ങൾക്കും അതേ ഇളക്കം. എടി നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടി എനിക്ക്. കൊണക്കുണ്ട് എന്റെ ഒരു ഏതോ ഇരുത്തി ഒരു വോയിസ് ഇട്ടിരിക്കുകയാണ് അവളുടെ കോടതി കയറ്റി അവളുടെ വക്കീൽ. എടി ഞങ്ങൾ കാണാത്ത കോടതിയില്ല, ഞങ്ങൾ കാണാത്ത വക്കീലില്ല, ഞങ്ങൾ കാണാത്ത പോലീസ് സാറുമാരില്ല, വേറുള്ളവളുമാരില്ലടി. നിന്റെ കയ്യിൽ അതിന് മാത്രം കൊണക്കിന വക്കീലും കൊണക്കിന വേറുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നീ ഒന്ന് ആ തെറി വിളിക്കണ ചാത്താമാരന്റെ ചാനൽ ഒന്ന് പൂട്ടിക്കാട്ട്. എന്നാ നിന്നെ ഞാൻ പെണ്ണാണെന്ന് സമ്മതിച്ചു തരും. ഓക്കെ അല്ലേ? നീ രണ്ടും കെട്ട ജന്മമാണ്. ഞാൻ രമ. ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്നൊരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട്. ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡന്റാണ്. എൻ്റെ പേരിലൊരു വോയിസ് കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ഞാൻ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല. എങ്കിലും എൻ്റെ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒരു യൂട്യൂബറുടെ കുറേ വീഡിയോസ് എനിക്ക് അയക്കുകയും അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ച ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ് ഒരു യൂട്യൂബർ എടുത്ത് അത് അവരുടെ യൂട്യൂബിലിടുകയും അതിങ്ങനെ കുറേ പേര് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ഡൽഹി മലയാളി അസോസിയേഷനെന്നോ എയ്മയെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എയ്മയുടെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ഒരു വേൾഡ് ഡൽഹി മലയാളി അസോസിയേഷൻ്റെയും ഭാരവാഹിയല്ല. ഞാൻ ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് സംഘടന. 1832 അതിൻ്റെ രജിസ്റ്റർ നമ്പർ. 1832 1832. ഇത് വേണമെങ്കിൽ ഇട്ടിട്ട് ആർക്കെങ്കിലും അന്വേഷിക്കാൻ പറ്റും. ഞാനതിൽ പ്രതികരിച്ചത്, ഞാനും അച്ഛനില്ലാത്ത 2 കുട്ടികളെ വളർത്തിയ ഒരാളാണ്. പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം. നമുക്ക് മക്കളെ പ്രസവിക്കാം, പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഞാൻ ആ യൂട്യൂബർ എൻ്റെ ശത്രുവല്ല, അവരെൻ്റെ മിത്രമല്ല, എനിക്കവരറിയത്തില്ല. 38 വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുതയും തോന്നേണ്ട കാര്യമില്ല. സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യ ഒട്ടാകെ ഉള്ള ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്, രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം. പിന്നെ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഡൽഹി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ്. അപ്പോൾ മലയാളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയായിത്തീരും, ഇനി ഒരു ജനറേഷൻ, നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെയായിത്തീരുമെന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല. പിന്നെ ഞാനിത് പറഞ്ഞത് ഈ കുറച്ച് ചാനലുകളൊന്നും ഞാൻ കാണാറില്ലെങ്കിലും ഇതിന്ന് കുറച്ചൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി. കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നി. ഞാനത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും. ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർക്ക് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഇവിടുന്ന് കോർട്ടിൽ നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്നോ നാളെയോ, അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കുകയും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നാട്ടിലില്ല എങ്കിൽ പോലും വർഷത്തിൽ ഒരു 6 തവണ നാട്ടിൽ വരുന്ന, അതായത് ശനിയും ഞായറുകളും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ്. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ശനിയും ഞായറും മാസത്തിൽ ഏതെങ്കിലും ഒരു ശനിയും ഞായറും, ശനിയാഴ്ച വരും, ഞായറാഴ്ച രാത്രി നിൽക്കും, തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വരും. അതുകൊണ്ട് ഞാൻ മലയാളി അല്ലാത്ത ഒരാളല്ല. പിന്നെ എനിക്ക് മുഖമില്ലാതെയില്ല, എനിക്ക് വ്യക്തമായൊരു മുഖമുണ്ട്. എല്ലാവരും അറിയുന്ന ഒരു മുഖം തന്നെയാണ്. നിങ്ങൾ ഡൽഹിയിൽ വിളിച്ച് ചോദിച്ച ടോണി എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് തന്നെയാണ്. പക്ഷേ പുള്ളിക്ക് വേൾഡ് മലയാളി അസോസിയേഷനിലെ രമയെ ചോദിച്ചാൽ അറിയില്ല. ഡൽഹി മലയാളി കൂട്ടായ്മ രമ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് അതറിയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാം. വാട്ട് വെറൈറ്റീസ്, അതെൻ്റെ വിഷയമല്ല. ഞാൻ എൻ്റെ ഒരു പേരിൽ ഒരു വിവാദം ന്യൂസിൽ വന്നതുകൊണ്ട് മാത്രം അത് പ്രതികരിക്കാൻ തീരുമാനിച്ചത്. എനിക്ക് അതിനോട്ട് സമയമുള്ള ഒരാളുമല്ല. നമുക്കിവിടെ തന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ചാനലല്ല, ഇതുപോലെ രാത്രി പെയ്ഡ് മെമ്പർഷിപ്പ് നടത്തുന്നു, തെറി വിളിക്കുന്നു, അങ്ങനെയുള്ള കുറേ ചാനലുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ചാനലുകൾക്ക് എനിക്കറിയാവുന്ന കുറേ ചാനലുകൾ, അതായത് കുറേ പേര് എനിക്ക് കുറേ സ്ക്രീൻഷോട്ടുകളും കുറേ ലിങ്കുകളും ഒക്കെ അയച്ചു. ആ ലിങ്കുകളെല്ലാം വെച്ചുകൊണ്ടാണ് കൊടുത്തേക്കുന്നത്. ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഇതിനൊരു ആക്ഷൻ ഉണ്ടാവില്ല. കോടതിയിലെ കാര്യമാണ് അത്. ചിലപ്പോൾ പതുക്കെ ആക്ഷൻ ഉണ്ടാവുള്ളൂ. ആക്ഷൻ ഉണ്ടായാലും ഇപ്പോൾ ഒരാൾ നമ്മൾ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് വിജയിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് വിജയിക്കണമെന്ന് ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് കേസ് കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത, അത് വിജയിക്കാം, വിജയിക്കാതിരിക്കാം.
അത് ശിക്ഷ കിട്ടാൻ, ശിക്ഷിക്കാതിരിക്കുക. പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രവണത കണ്ടപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാൻ അധികാരമുണ്ട്, ജോലി ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷേ സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട്. നമ്മളുടെ ഇടയിൽ, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഉള്ള നിയമം നമ്മളിൽ ഓരോരുത്തർക്കും ബാധകമാണ്. ഒരു മരണ വീട്ടിൽ ചെല്ലുക, അവിടെ ചെന്ന് ഡാൻസ് ചെയ്യുക, അവിടെ ചെന്ന് ആ മരണം ആഘോഷിക്കുക ഒരു ശത്രു പോലും ചെയ്യാത്തൊരു കാര്യമാണ്. അതിനൊന്നും എനിക്കൊന്നും പറയാനുമില്ല. പക്ഷെ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ചില മനുഷ്യർ മാനുഷിക പരിഗണന അർഹിക്കുന്നവർക്ക് പോലും അത് കിട്ടാതെ പോകുന്ന ഒരു അവസരം വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആരുടെയും ശത്രുവല്ല, നിങ്ങൾ എന്റെയും ശത്രുവല്ല. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ എന്റെ ജോലിയും എന്റെ സോഷ്യൽ വർക്കും എന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. അതിനിടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഒരു യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിച്ച് 10 പേര് അറിയാനോ അങ്ങനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ആഗ്രഹിക്കില്ല. ഞാൻ അത്ര അത്യാവശ്യം നല്ലൊരു വീട്ടിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഫേസും ഉണ്ട്, എനിക്ക് നല്ലൊരു പേരുമുണ്ട്. അത് മാറ്റാനോ അല്ലെങ്കിൽ അതിനായിട്ട് ഇനി ഫേസ്ബുക്കിൽ വന്നിരുന്ന് വേറൊരു പേരുണ്ടാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദയവായി ആ പറഞ്ഞ ആള് ഞാൻ തന്നെയാണ്. മുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മുഖം കാണിക്കാമെന്ന് വിചാരിച്ചത്. അത് ഞാൻ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് ആരാടാണോ പറഞ്ഞിട്ടുള്ള അവരെ ഇത് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ യൂട്യൂബർമാരെയൊക്കെ പലരെയും ഇന്നലെയൊക്കെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. അവരവരെ ഇഷ്ടത്തിന് കൊടുത്തത് അതെന്റെ ഉത്തരവാദിത്വമല്ല. അതിലെനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ആ വോയിസിന്റെ ഉടമ ഞാൻ തന്നെയാണ്. ഞാനിവിടെ ഡൽഹിയിലുള്ള ആളാണ്. ഞാൻ തന്നെയാണ് ആ വോയിസ് ഇട്ടത്. ആ വോയിസ് ഇട്ടതിന്റെ പുറകിൽ തന്നെ ഡ്രഗ് ഇൻസ്പെക്ടർക്ക്, ഡ്രഗ് കൺട്രോളർക്കും ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ ഇതിന്റെ പുറകെ ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ SP-ക്കും നമ്മുടെ ADGP-ക്കും പിന്നെ കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യും. 101% അത് ഫയൽ ചെയ്യും. പിന്നെ അതൊന്നും എനിക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിനോടകം പല കേസുകളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ജയസൂര്യയുടെ കേസാണെങ്കിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. പല കേസുകളിലും കക്ഷി ചേർന്നിട്ടുണ്ട്. പല ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരാളാണ്. പക്ഷെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ഇനിയും ഞാൻ പറയുന്നു. ഇങ്ങനെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിന്റെ 4 ചുവടുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒരു കാര്യം ഇതുപോലെ വന്ന് പബ്ലിക് ഫോമിൽ വന്ന് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വൃത്തികെട്ട വേർഡുകൾ, അബ്യൂസിങ് വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അത് സൂക്ഷിക്കേണ്ടതാണ്. അത് നിയമമാണ്. അത് നിയമം എല്ലാവർക്കും ബാധകമാണ്. എനിക്കും ആ കുട്ടിക്കും ഇനി വേറെ തെറി പറയുന്നവരുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും അത് നിയമം ബാധകമാണ്. അത് ശരിക്കും ഇതിനെ കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്. സാമൂഹ്യ ദ്രോഹമാണ് ആ ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ഇടാനുള്ള ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാൻ വായിച്ചു. ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പേറ്റന്റ് ഇല്ലാതെ, ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ ചാന്ദിനി ചൗക്കിൽ 110 രൂപയ്ക്കും 160 രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകള്, സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ക്രീമുകൾ സ്വന്തം പേരിൽ, ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരിൽ ഒരു സാധനം ട്രേഡ് മാർക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ആ പേരിൽ ട്രേഡ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. ആ ക്രീം ഇടുന്നതിന് മുമ്പ് 450 രൂപയുടെ ക്രീം 900 1000 രൂപയ്ക്ക് വിൽക്കുന്നു. ശരി, അവർ ജീവിച്ചോട്ടെ. പക്ഷെ അവര് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാനുള്ള കോടതിക്ക് അവകാശമുണ്ട്. ഇവരുടെ ചാനൽ പൂട്ടാനുള്ള അതിന് ഒരു ശക്തമായ നടപടി തന്നെ വേണ്ടി വരും. കാരണം ഇവര് സ്വന്തം അമ്മയെ വിളിക്കുന്നതും തെറി വിളിക്കുന്നതും പിന്നെ നാട്ടുകാരോട് പറയുക അമ്മയെ കൊണ്ട് ഇവ നോക്കിക്കോളാന്. ഇവളുടെ ഈ സ്ത്രീയുടെ അമ്മയെ നോക്കലാണോ നാട്ടുകാരുടെ ജോലി? പ്രസവിച്ച് അവർ ഇത്രയും വളർത്തിയത് ഇവളെയല്ലേ, അതോ നാട്ടുകാരെയാണോ? പിന്നെ ആ ആമ്പിള്ളാരാണ്. ആമ്പിള്ളാരെ ഞാൻ ഗുണ്ടയായിട്ട് വളർത്തിയിട്ട് ഞാൻ കാണിച്ചു തരും. ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി, അതിനെതിരായിട്ടൊരു ശക്തമായ നടപടി കോടതി എടുക്കണം. അതിന്റെ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ ഒരു സംഘം ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്.